എല്ലാവർക്കും ലില്ലീസിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ബ്രൈഡൽ സ്കിൻ കെയർ ചാലഞ്ചിൻ്റെ 4ാമത്തെ ദിവസമാണ്. അപ്പോൾ ഞാൻ ഓർത്തു ഇന്ന് ഞാൻ ചുണ്ടിലെ പിഗ്മെന്റേഷൻ ഇല്ലേ അത് കളയാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടെ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. 2 സ്റ്റെപ്പ് ഉള്ളൂ. അതിൽ ഒരെണ്ണം മാത്രമാണ് ഡെയിലി ചെയ്യേണ്ടതുള്ളൂ. ബാക്കി വീക്ക്ലി വൺസ് ഒക്കെ ചെയ്താൽ മതി. പിഗ്മെന്റേഷൻ മാറാൻ വേണ്ടിയിട്ട് മുന്നേ ചെയ്തിട്ട് നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ളതും ഒരുപാട് പേർക്ക് റിസൾട്ട് ഉണ്ടെന്ന് പറഞ്ഞിട്ടുള്ളതുമായിട്ടുള്ള ഒരു കാര്യമാണ്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ എന്താ പറയുക റിസ്ക് എടുക്കാൻ നിൽക്കുന്നില്ല. അത് കാരണം കൊണ്ട് മുന്നേ ചെയ്ത എഫക്റ്റീവ് ആയിട്ടുള്ള കാര്യം തന്നെയാണ് ഞാൻ ഇപ്പോഴും എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിക്ക് മുന്നായിട്ട് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിലത്തെ ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡീഹൈഡ്രേഷൻ. നന്നായിട്ട് വെള്ളം കുടിച്ചുകൊണ്ടിരിക്കണം നിങ്ങൾ. അതിപ്പം നമ്മൾ ഈ ഒരു പിഗ്മെന്റേഷൻ്റെ കാര്യത്തിൽ മാത്രമല്ല, നിങ്ങൾ ഇതുപോലൊരു നമ്മുടെ സ്കിന്നെ കുറച്ചും കൂടി ശ്രദ്ധിക്കാനായിട്ട് നോക്കുന്നവരാണെന്നുണ്ടെങ്കിൽ മെയിൻ കാര്യം നമ്മൾക്കൊരു ഇന്നർ ഗ്ലോ, അതായത് സ്കിന്നിലൊരു ഗ്ലോ വരുത്താൻ വേണ്ടിയിട്ട് മേക്കപ്പ് അല്ലാതെ നമ്മൾക്ക് നാച്ചുറൽ ഗ്ലോ വരണമെന്നുണ്ടെങ്കിൽ നന്നായിട്ട് വെള്ളം കുടിക്കുക. സ്കിന്നൊക്കെ നല്ല തുടുതുടാന്നിരിക്കണമെങ്കിൽ നന്നായിട്ട് വെള്ളം കുടിക്കുക. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ വെള്ളം കുടിക്കാൻ വേണ്ടി ഞാൻ പറയേണ്ട ആവശ്യമില്ല. അല്ലാണ്ട് തന്നെ ഡാറ്റ് വരണ്ട് വറ്റി ചാവാറായി വെള്ളം കുടിക്കുന്നത് എനിക്കറിയാം. എന്നാലും കുറച്ചും നന്നായിട്ട് വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ ചാപ്പ് ലിപ്സിനൊക്കെ കുറച്ച് ഒരു ഭേദം കിട്ടും. ഒന്നാമത്തെ കാര്യം. പിന്നെ നിങ്ങൾ വലിക്കുന്നവരാണ്, സ്മോക്ക് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ എന്തായാലും സ്മോക്കിംഗ് നിർത്തണം. ഗേൾസ് വലിക്കുന്നവരുണ്ട്, ഒരുപാട് പേര് സ്മോക്ക് ചെയ്യുന്നവരുണ്ടാവാം. അങ്ങനെ വലിക്കുന്നവരുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്മോക്ക് ചെയ്യുന്നവരുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഗേൾസ് മാത്രമല്ല ബോയ്സ് ആയാലും നമ്മളുടെ ഈ വീഡിയോ കാണുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് വലിക്കുന്നത് എൻ്റെ വലിയൊന്നും എനിക്ക് നിർത്താൻ പറ്റില്ല. വലി നിർത്താണ്ട് ചുണ്ട് ചോപ്പിക്കാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ മാത്രം ചെയ്താൽ മതി എന്ന് പറയാന്നുണ്ടെങ്കിൽ നടക്കില്ല. അപ്പോൾ നമ്മൾ സ്മോക്കിംഗ് നിർത്തി വെക്കുക രണ്ടാമത്തെ കാര്യം. പിന്നെ നിങ്ങൾ ലിപ്സ്റ്റിക് പ്രാതികളാണെന്നുണ്ടെങ്കിൽ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞിട്ടുള്ള ലിപ്സ്റ്റിക്കുകളൊന്ന് നിർത്തി വെക്കുക. കാരണം അത് പൊട്ടയാണ്. ഒന്നാമത് ലിപ്സ്റ്റിക്ക് പൊട്ടയാണ്. പിന്നെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞിട്ടുള്ള ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ നമ്മുടെ ലിപ്സിന് കേടാണ്. പിന്നെ ഈ അടുത്ത് ഞാനൊരു വീഡിയോ ഇട്ടപ്പോൾ അതിനകത്തൊരു കമൻറ്റ് വന്നത് ലിപ് ക്യാൻസർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മെസ്സേജ് മേടിപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പം എന്തായാലും എക്സ്പയർഡ് ആയിട്ടുള്ള ലിപ്സ്റ്റിക്കുകൾ യൂസ് ചെയ്യുന്നത് നിർത്താം. പിന്നെന്താ, പിന്നെ നെക്സ്റ്റ് കാര്യം, നമ്മൾ കഫീൻ കൂടുതൽ കഴിക്കുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊന്ന് നിർത്താൻ ഞാൻ പറയില്ല, കാരണം എന്നെ കൂടെ നിർത്താൻ പറ്റില്ല. എന്നാലും ഞാൻ ഫാർ ബെറ്റർ ആയിട്ടുണ്ട്. മുന്നേ കഴിക്കുന്ന പോലൊന്നും ഞാൻ കഴിക്കുന്നില്ല. അപ്പോൾ കഫീൻ ഉൾപ്പെട്ടിട്ടുള്ള സംഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊന്നും പരമാവധി കുറയ്ക്കാനായിട്ട് നോക്കുക. ഏറ്റവും ലാസ്റ്റായിട്ട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൺ എക്സ്പോഷർ. ഡയറക്റ്റായിട്ട് ചുണ്ടിൽ ഭയങ്കരമായിട്ട് സൺലൈറ്റ് അടിക്കുന്നുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് നമ്മുടെ ആടുജീവിതത്തിൽ നമ്മുടെ പൃഥ്വിരാജിന്റെ ചുണ്ടൊക്കെ ഉണ്ടല്ലേ, ചാപ്പിടെ ലിപ്സ് ആകെ തൊലിയൊക്കെ പോയിട്ട് അതേപോലെ ആയില്ലെങ്കിലും ഏകദേശം മര്യാദയ്ക്ക് വെള്ളവും കുടിച്ചില്ല, ഭയങ്കരമായിട്ട് സൂര്യപ്രകാശം അടിക്കാന്നുണ്ടെങ്കിൽ ഈ ഒരു സംഭവം എന്തായാലും ഉണ്ട്. അപ്പോൾ ഇതൊക്കെ മനസ്സിൽ വെച്ചിട്ട് ഇതൊക്കെ ഒന്ന് നികത്താൻ തയ്യാറായിട്ട് വേണം ഈ ഒരു കാര്യം ചെയ്യാനായിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതൊന്നും ഫലിക്കില്ല. പിന്നെ എന്നെ വന്ന് തെറി വെച്ചിട്ടൊരു കാര്യമില്ല. ഓക്കെ, അപ്പോൾ ചെയ്യേണ്ട രണ്ട് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആഴ്ചയിൽ ഒരിക്കലും നമ്മൾ സ്ക്രബ് ചെയ്യണം. സ്ക്രബ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് വേണം? ഒരു സ്ക്രബ്ബർ വേണം. നിങ്ങളുടെ കയ്യിൽ ഷുഗർ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷുഗർ മതി. ഇപ്പം ഞാൻ എടുത്തിട്ടുള്ളത് നമ്മളുടെ കാപ്പിപ്പൊടിയാണ്. കാപ്പിപ്പൊടി നമുക്ക് അകത്തേക്ക് കഴിക്കാൻ പാടില്ലാതുള്ളൂ, പക്ഷെ നമുക്ക് കാപ്പിപ്പൊടി ഇതിന് യൂസ് ചെയ്യാനായിട്ട് പറ്റും. എന്താ, സ്ക്രബിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഡെഡ് സെൽസ് ഒക്കെ റിമൂവ് ആക്കാൻ വേണ്ടിയിട്ടും ലിപ്സ് ഒന്ന് സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. നമ്മൾ സ്ഥിരമായിട്ട് എന്താ പറയുക ലിപ്സ്റ്റിക് ഇട്ടിട്ട് പിന്നെ നമ്മളുടെ ഡെഡ് സെൽസ് ഒന്നും നമ്മൾ മര്യാദയ്ക്ക് ഇങ്ങനെ കളഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ പിഗ്മെന്റഡ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അത് കാരണം കൊണ്ടാണ്. പിന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേറൊരു കാര്യം കൂടി ഉണ്ട്. ഞങ്ങളുടെ ഓൾറെഡി ജനിച്ചപ്പോൾ തൊട്ട് തന്നെ നിങ്ങളുടെ പിഗ്മെന്റഡ് ആയിട്ടുള്ള ലിപ്സ് ആണെന്നുണ്ടെങ്കിൽ അത് മാറില്ല എന്ന് ഞാൻ വേദനയോടെ പറഞ്ഞുകൊള്ളുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ വീടിൻ്റെ അടുത്തോടെ ഒരു കുട്ടിയുണ്ട്. അവളുടെ ജനിച്ചപ്പോൾ തൊട്ടേ തന്നെ അവൾ ഭയങ്കര കറുത്ത ചുണ്ടാണ്. ഇവിടെ ഈ അപ്പർ ലിപ്സ് ഭയങ്കര കറുത്തതാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് അങ്ങനെയുള്ളവർക്ക് ഒന്നും ചെയ്യാൻ എന്ത് ചെയ്താലും അങ്ങനെ മാറുന്നില്ല. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്തായാലും മനസ്സിലാക്കുക. ഇനി നമുക്ക് ഞാൻ എന്താ ചെയ്യുന്നതെന്ന് നോക്കാം. ഞാൻ ആദ്യം ചെയ്യുന്നത് സ്ക്രബിങ് ആണ് ചെയ്യുന്നത്. അതിന് മുന്നായിട്ട് ഞാൻ ലിപ്സിൽ ഇട്ടേക്കുന്ന സംഭവങ്ങളൊക്കെ റിമൂവ് ചെയ്ത് കളയണം. ഞാനിപ്പോൾ ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ട്, അപ്പോൾ ഞാനത് റിമൂവ് ചെയ്യാണ്. വാസ്ലിൻ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കോക്കനട്ട് ഓയിലോ ഏതെങ്കിലും, അല്ലെങ്കിൽ എന്താ പറയുക, റിമൂവർ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, മേക്കപ്പ് റിമൂവർ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വെച്ചിട്ട് കളയുക. അപ്പോൾ ഞാൻ തൽക്കാലം ഞാൻ ഇത് വെച്ചിട്ടാണ് ഞാൻ കളയുന്നത്. ഓക്കെ, ഞാൻ മുടിയൊന്ന് കെട്ടി വെക്കട്ടെ കേട്ടോ. ഓക്കെ, ഞാൻ മുടി കെട്ടി വെച്ചു. നല്ല ആശ്വാസമുണ്ട്. അപ്പോൾ ഞാൻ വാസ്ലിനാണ് എടുത്തിട്ടുള്ളത്. വാസ്ലിൻ എടുത്തിട്ട് നമുക്ക് ലിപ്പൊന്ന് സെറ്റാക്കാം. കോക്കനട്ട് ഓയിലോ ഏതെങ്കിലും ഒലീവ് ഓയിലായാലും കുഴപ്പമില്ല, ഏതെങ്കിലും ഒരെണ്ണം എടുത്തിട്ട് നമുക്ക് ഒന്ന് ലിപ്സ്റ്റിൽ എന്തെങ്കിലും ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊന്ന് കളയാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഞാൻ ലിപ്സ്റ്റിക് ഇട്ട കാരണം കൊണ്ട് അടുത്ത ഈ പ്രഹസനമൊക്കെ കാണിക്കണേ. അപ്പോൾ എൻ്റെ ചുണ്ട് അത്യാവശ്യം പിഗ്മെന്റഡ് ആണ്. ഈ ഒരു കോർണറിലൊക്കെ ഭയങ്കരമായിട്ട് പിഗ്മെന്റേഷൻ വന്നിട്ടുണ്ട്. കാരണം ലിപ്സ്റ്റിക് ഇടൽ കൂടുതലും ലിപ്പ് ശ്രദ്ധിക്കൽ ഭയങ്കര കുറവാണ്. അത് കാരണം കൊണ്ട് ഭയങ്കരമായിട്ട് കൂടുതലാണ്
അപ്പോൾ ഞാൻ ഓർത്തു ഞാൻ ഈ ഒരു സ്റ്റെപ്പും കൂടെ ഇതിൽ ചേർത്തേക്കാം എന്ന് വിചാരിച്ചു. നമുക്ക് ഈ ഒരു സ്കിൻ കെയർ ചാലഞ്ച് 10 ദിവസത്തേക്ക് എത്തുമെന്ന് എനിക്കറിയില്ല. കാരണം ഓൾറെഡി ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞു. ഇനി ഇതിലും മേലെ ഞാൻ കൂടുതലൊന്നും ചെയ്യാനായിട്ട് പോകുന്നില്ല. അത് കാരണം കൊണ്ടാണ് 10 ദിവസം 14 ദിവസം എന്നൊക്കെ പറഞ്ഞെങ്കിലും ഞാൻ അത്രയും ദൂരം ഉണ്ടാവുമോ എന്ന് എനിക്കറിയില്ല. കാരണം ഓൾറെഡി ഞാൻ ടാൻ മാറ്റുന്നത് പറഞ്ഞു, പിന്നെ ഫേസ് പാക്ക്, ഫേസ് ബ്രൈറ്റൻ ആക്കുന്നത് പറഞ്ഞു. ദെൻ ഇനി ഒരു പെഡിക്യൂർ ആണുള്ളത്, പിന്നെ ലിപ്സിൻ്റെ ഇത് ഇപ്പം ഞാൻ ചെയ്യുന്നത്. ഇനിയിപ്പോൾ നമ്മൾ ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ക്രബിങ് ആണ്. സ്ക്രബിങ്ങിന് വേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് കോഫി പൗഡറും പിന്നെ നെയ്യാണ്. നെയ്യ് ഞാൻ നോക്കി നേരത്തെ എനിക്ക് നെയ്യ് കിട്ടിയില്ല. അത് കാരണം ഞാൻ പാൽപ്പാടിയാണ് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ പാലില്ല, നെയ്യില്ല എന്നുണ്ടെങ്കിൽ ഇഷ്ടമല്ല, ചിലർക്ക് സ്മെല്ല് ഇഷ്ടമുണ്ടാവില്ല, അങ്ങനെയൊക്കെ ഉണ്ടാവും. അങ്ങനെയൊക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ധൈര്യപ്പെട്ട് എന്തെടുക്കണം ഗ്ലിസറിൻ എടുക്കാം. ഓക്കെ, അല്ലാന്നുണ്ടെങ്കിൽ ഒലീവ് ഓയിലോ അങ്ങനെ എന്തെങ്കിലും എടുക്കാം കേട്ടോ. എന്നിട്ട് നമ്മൾ നൈസായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കും പതുക്കെ. നിങ്ങൾ ഒരു കാരണവശാലും നമ്മുടെ ചുണ്ടിൽ നാരങ്ങ ഒന്നും ചേർക്കരുത്, നാരങ്ങ ഒന്നും ഇടരുത്. തൊലിയൊക്കെ പോയി ഭയങ്കര അസിഡിറ്റിയാണ്. അഥവാ യൂസ് ചെയ്യണമെങ്കിൽ തന്നെ ഡയല്യൂട്ട് ചെയ്തതിന് ശേഷം യൂസ് ചെയ്യുക, വളരെ മൈൽഡായിട്ട് മാത്രം. എല്ലാ കോർണറിലേക്ക് എത്തണം, അതിന് വേണ്ടിയിട്ടാണ്. അതിപ്പോൾ ഞാൻ ഇത്തിരി വൃത്തിയിൽ ചെയ്യുന്നത്, കാരണം അവിടെ ഇവിടെ നിന്ന് ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾ അങ്ങനെ നോക്കണ്ട, നന്നായിട്ട് ചെയ്യുക. കുറച്ചേരം ചെയ്താൽ മതി, അതിനുശേഷം നമുക്കിത് റിമൂവ് ചെയ്യാം. ഓക്കെ, റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ലിപ് പാക്ക് ഇടാനാണ് പോകുന്നത്. ഇത് നമ്മുടെ ലിപ്പ് ലൈറ്റൻ ചെയ്യാനായിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇത് രണ്ടും ഞാൻ മുന്നേ യൂസ് ചെയ്തിട്ടെങ്കിൽ നല്ല റിസൾട്ട് ഉള്ളതാണ്. റിസൾട്ട് ഉള്ളതാണ്. ഇത് ഞാൻ വീട്ടിൽ നിന്ന് ഇപ്പം തയ്യാറാക്കി വെച്ചിട്ടുള്ളതാണ്. എനിക്ക് ഇച്ചിരി മടിയുള്ള കൂട്ടത്തിലായ കാരണം കൊണ്ട് ഞാനിത് കുറച്ച് നാളത്തേക്ക് ഞാനിത് എടുത്ത് വെച്ചതാണ്. ഇത് വേറെ ഒന്നല്ല, മഞ്ഞളാണ്. നല്ല അടിപൊളി വീട്ടിൽ നിന്ന് പറിച്ച മഞ്ഞളും തുളസിയാണ്. അപ്പം നിങ്ങളുടെ കയ്യിൽ ഇത് രണ്ടും ഇങ്ങനെ പറിച്ചെടുക്കാനും അല്ലെങ്കിൽ വീട്ടിലൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടും. പക്ഷെ നല്ലത് മാത്രം വാങ്ങാനായിട്ട് നോക്കുക. ഇത് രണ്ടും മിക്സ് ചെയ്യാം, വളരെ ലൈറ്റായിട്ട് ഇട്ട് കൊടുക്കുക. അപ്പം ഞാനിത് നന്നായി ചതച്ച് നല്ല നാടൻ മഞ്ഞളായ കാരണം കൊണ്ട് തന്നെ കൈയൊക്കെ നല്ല മഞ്ഞ കളറായിട്ടുണ്ട്. ഇത് ഞാൻ എന്തായാലും ഒരു 3-4 ദിവസത്തേക്ക് അപ്ലൈ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. 3-4 ദിവസം അപ്ലൈ ചെയ്യുമ്പോഴത്തേനും നല്ല റിസൾട്ട് ആയിരിക്കും. കാരണം അത് ഞാൻ ചെയ്തിട്ട് ഞാൻ മുന്നേ പക്ഷേ ഇങ്ങനെയല്ല കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നു. മുന്നേ ചെയ്തപ്പോൾ ഞാൻ പാക്ക് പോലെയാണ് ചെയ്തിട്ടുള്ളത്. ഇത് ഞാൻ ഇങ്ങനെ ജസ്റ്റ് വെള്ളമാക്കിയിട്ടാണ് വെച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ ആണെങ്കിൽ ഗ്ലിസറിൻ കുറച്ചും കൂടെ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ റോസ് വാട്ടർ ആഡ് ചെയ്യാം, അങ്ങനെ എന്തെങ്കിലും ആഡ് ചെയ്യാം. ബീട്രൂട്ട് ജ്യൂസ് ആഡ് ചെയ്യാം. പക്ഷേ ഇതൊരു പാക്കായിട്ട് ഇടുന്ന കാര്യം കൊണ്ടാണ് ഞാൻ ഇത് രണ്ടും തന്നെ ഇട്ടിട്ട് സെറ്റ് ചെയ്തത്. ഇതിപ്പോൾ ഞാൻ ഇതിനകത്തുള്ള വെള്ളം മാത്രമാണ് എടുത്തിട്ടുള്ളത്. പച്ചമഞ്ഞൾ ഇച്ചിരി സ്ട്രോങ് ആയിട്ടുള്ള കാരണം കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യണം കേട്ടോ. ഇത് നിങ്ങൾക്ക് ഇതുപോലെ വെള്ളമായിട്ട് ഇങ്ങനെ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം. പാക്കായിട്ട് യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ ഒരു 10-15 മിനിറ്റ് കഷ്ടി വെച്ചാൽ മതി. അതിനുശേഷം നമുക്ക് റിമൂവ് ചെയ്ത് കളയാം. ഏതെങ്കിലും ഒരു നല്ല ലിപ് ബാം മേടിച്ച് വെക്കുക, SPF ഉള്ള ലിപ് ബാം വാങ്ങി വെക്കുക. അല്ല നിങ്ങളുടെ കയ്യിൽ ഇനിയിപ്പോൾ SPF ഒക്കെ ഉള്ള ലിപ് ബാമിന് നോക്കി വാങ്ങി കുറേ പൈസയൊക്കെ ആവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോണ്ട് വെറി, നിങ്ങളുടെ സൺസ്ക്രീൻ ഉണ്ടല്ലോ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, സൺസ്ക്രീൻ തുണ്ടെടുക്കുക. എന്നിട്ട് നമ്മൾ ലിപ് ബാം പറ്റണ പോലെ തന്നെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പറ്റി കൊടുക്കുക. അത്രേ ഉള്ളൂ, വെരി സിമ്പിൾ. ഇനി ഏറ്റവും അവസാനമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ രാത്രി കിടക്കുന്നതിന് മുന്നേ നിങ്ങൾക്ക് ഇതുപോലെ ബീറ്റ്റൂട്ടിൻ്റെ ഒരു സ്ലൈസ് എടുക്കുക. വെരി സിമ്പിൾ, സ്ലൈസ് എടുക്കുക. നിങ്ങൾ ജസ്റ്റ് ഒന്ന് റബ് ചെയ്ത് കൊടുക്കുക. ഈ ബീറ്റ്റൂട്ട് നമ്മുടെ ലിപ്പ് ലൈറ്റൻ ചെയ്യാനായിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അത് കാരണം കൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്താ പറയുക, ഇത് ധൈര്യപ്പെട്ടിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും. നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഗ്ലിസറിനോ റോസ് വാട്ടറോ ആക്കിയിട്ട് ഇത് കുറച്ചും കൂടെ ഒന്ന് എന്താ പറയുക, ഒന്ന് ഈറനാക്കാം. ഇത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ച കാരണം കൊണ്ട് ഇത് ഭയങ്കര ഡ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിത് സിറമൊക്കെ ആക്കി യൂസ് ചെയ്യാൻ ഭയങ്കര മടിയായ കാരണം കൊണ്ടാണ്. നിങ്ങൾക്ക് സിറമായിട്ട് യൂസ് ചെയ്യാനായിട്ട് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത് വെള്ളം ഇല്ലാണ്ട് അടിച്ചെടുത്തിട്ട് ഗ്ലിസറിൻ കൂട്ടി സെറ്റ് ചെയ്ത് നമുക്കിത് നല്ലൊരു സിറം പോലെ യൂസ് ചെയ്യാം. അടിപൊളിയാണ്, സൂപ്പറാണ്. പക്ഷെ ഞാൻ ഇങ്ങനെ യൂസ് ചെയ്യാനാണ് വിചാരിച്ചത്. ഇതാകുമ്പോൾ കുഴപ്പമില്ല, ഇടയ്ക്ക് ഇങ്ങനെ കൊണ്ടൊന്നും ഇങ്ങനെ വരഞ്ഞു കൊടുത്താൽ മതി. അപ്പോൾ രാത്രി ഇതിങ്ങനെ ചെയ്തിട്ട് നല്ലൊരു ലിപ് ബാം പറ്റിയിട്ട് സുഖമായിട്ട് ഉറങ്ങും. അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ മെയിനായിട്ട് ഇപ്പോൾ ഇതൊന്നും ചെയ്യാൻ താല്പര്യമില്ലാണ്ട് ലിപ് ലൈറ്റൻ ചെയ്യണം എന്നുള്ളവർക്ക് കുറച്ച് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡോക്ടേഴ്സ് തന്നെ ഡോക്ടേഴ്സ് തന്നെ സജസ്റ്റ് ചെയ്യുന്ന കുറച്ച് ലിപ് ബാംസ് ഉണ്ട്. അതിൽ എനിക്ക് പേഴ്സണലി എനിക്കറിയുന്നത് ഡെർമാക്കോൻ്റെ മാത്രമാണ്. പക്ഷെ അത് അവർ തന്നെ പറയുന്നുണ്ട്, വല്ലാണ്ട് ഒത്തിരി പിഗ്മെൻറ്റേഷൻ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ സമയമെടുക്കും. കുറച്ച് ലിപ് ബാംസ് ഒക്കെ അവർ സജസ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഞാനതെന്താ ഇവിടെ പറയാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയില്ല, ഞാൻ യൂസ് ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം റിസ്കിൽ വേണമെങ്കിൽ അത് യൂസ് ചെയ്ത് നോക്കാം.
പക്ഷേ ഞാനിനി ഭാവിയിൽ അത് യൂസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അതും അപ്ഡേറ്റ് ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവും, എന്തായാലും യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. ഇതിപ്പോൾ ബ്രൈഡൽ സ്കിൻ കെയർ ചലഞ്ചിന് മാത്രമല്ല, അല്ലാണ്ടുള്ളവർക്കും ഇത് യൂസ് ചെയ്യാവുന്നതാണ്. സിമ്പിളാണ്. കുറച്ചൊന്ന് കഷ്ടപ്പെടാൻ തോന്നുന്നു നടക്കില്ല, പക്ഷെ കുറച്ച് കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്തായാലും നടക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പം അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട്, യൂസ്ഫുൾ ആയിട്ടുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമായി കഴിഞ്ഞാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങൾ സജഷൻസ് ഒക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ കമന്റ് ആയിട്ട് പറയാൻ മറക്കരുത്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഷ്ടപ്പെട്ട എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ കാണാം. അതിരിക്കും.